ഗുഡ് ആഫ്റ്റർനൂൺ മക്കളെ, പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ ടു വൺ ആൻഡ് ഓൾ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അതായത് പ്ലാറ്റോനെ കുറിച്ചാണ്. പ്ലാറ്റോ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എമിനൻ്റ് എഡ്യൂക്കേഷണൽ ലീഡേഴ്സിനെ കുറിച്ച് പഠിക്കാറുണ്ട്. ഗ്രേറ്റ് ഫിലോസഫർ ആയിരുന്നു പ്ലാറ്റോ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞത് നമുക്കറിയാം, ഐഡിയലിസം ആണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ. അതുപോലെ തന്നെ അക്കാദമിയ എന്നുള്ള ഒരു കാര്യം, അക്കാദമി എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ്. അക്കാദമി എന്നുള്ള ഈ ഒരു വാക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അക്കാദമി എന്നൊരു വാക്ക് പറയുന്നുണ്ട് അല്ലേ. ആ അക്കാദമി എന്നുള്ള വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചതും സ്വന്തം സ്ഥാപനത്തിന് ആ പേര് കൊടുത്തതും ആരായിരുന്നു? പ്ലാറ്റോ എന്നുള്ള ദ ഗ്രേറ്റ് എഡ്യൂക്കേഷണലിസ്റ്റ് ആൻഡ് ഫിലോസഫർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഹി വാസ് എ സ്റ്റുഡൻറ്റ് ഓഫ് സോക്രട്ടീസ്. ആ സോക്രട്ടീസിനെ നിങ്ങൾക്കറിയാം, കമ്മിറ്റഡ് ടു സൂയിസൈഡാണ് സോക്രട്ടീസ്. അതായത് യൂത്തിനെ വഴി തെറ്റിച്ചിട്ട് ആൻറ്റി നാഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അവരെ പ്രൊവോക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു കുറ്റം ആരോപിച്ചിട്ടാണ് ഈ സോക്രട്ടീസിനെ അവരെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ ആ സോക്രട്ടീസ് ഒരു അക്കാദമിയ എന്നുള്ള ഒരു ഒലിവുമരത്തോട്ടത്തിലെ ഒരു ഒലിവുമരത്തിൻ്റെ കീഴിലിരുന്നിട്ടായിരുന്നു ഇവർക്കൊക്കെ ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ആ ഒരു ഒലിവുമരത്തോട്ടത്തിന് അക്കാദമിയ എന്ന പേര് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് വെച്ചാൽ, അതായത് ഒരു ട്രോജൻ വാർ ജയിച്ചു വന്നിട്ടുള്ള ഒരു യോദ്ധാവിനെ, അക്കാദമസ് എന്ന ഒരു യോദ്ധാവിനെ ഒരു ഒലിവുമരത്തോട്ടമാണ് സമ്മാനമായിട്ട് കൊടുത്തത്. അപ്പോൾ ആ ഒരു ഒലിവുമരത്തോട്ടത്തിൻ്റെ പേരാണ് അക്കാദമിയ എന്നുള്ളത്. ആ ഒരു അക്കാദമിയ എന്നുള്ള അതിലെ ഒരു മരത്തിൻ്റെ കീഴിലിരുന്നിട്ടാണ് സോക്രട്ടീസ് തൻ്റെ ശിഷ്യന്മാർക്ക് അറിവ് പകർന്നു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സോക്രട്ടീസിൻ്റെ കാലം കഴിഞ്ഞ് പ്ലാറ്റോ എന്ന സോക്രട്ടീസിൻ്റെ ഗ്രേറ്റ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ആ പ്ലാറ്റോ ആ കാര്യം ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഒരുപാട് ദേശങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് സ്വന്തമായിട്ട് അദ്ദേഹം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുകയാണ്, ഒരു എഡ്യൂക്കേഷൻ സെൻറ്റർ തുടങ്ങുകയാണ് തൻ്റെ ഗുരുനാഥൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. ആ അക്കാദമിയ എന്ന ഒലിവുമരത്തോട്ടത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഇൻസ്റ്റിറ്റ്യൂഷന് അക്കാദമി എന്ന പേര് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ അക്കാദമി എന്നുള്ള വാക്ക്, അക്കാദമി എന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളിലെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ പ്ലാറ്റോയാണ്. പിന്നെ എന്താണ്, ഐഡിയലിസത്തിൻ്റെ ശരിക്കും ഫൗണ്ടറാണ് ആര്? ഈ പ്ലാറ്റോ എന്ന് പറഞ്ഞത്. ഐഡിയലിസം എപ്പോഴും എന്തിനാണ് ബേസ് ചെയ്തിരിക്കുന്നത്? വാല്യൂ ഓറിയൻറ്റഡ്, സ്പിരിച്വാലിറ്റി ഓറിയൻറ്റഡ്, ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനെയാണ് ഐഡിയലിസം എപ്പോഴും ഫോക്കസ് ചെയ്തിരുന്നത്. അങ്ങനെയുള്ള ഐഡിയലിസത്തിൻ്റെ ഫൗണ്ടർ, അതുപോലെ തന്നെ അക്കാദമി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൻ്റെയും ഫൗണ്ടറായിട്ടാണ് പ്ലാറ്റോ അറിയപ്പെടുന്നത്. താങ്ക് യു വെരി മച്ച്.